നമസ്കാരം, വെൽക്കം ടു ഐ പ്ലസ്. മെയ് മാസത്തിൽ നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1, സ്റ്റേജ് 2 ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതേ പാറ്റേണുള്ള ചോദ്യങ്ങൾ ഇനി മുന്നോട്ട് വരുന്ന പരീക്ഷകളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. പിന്നെ മുന്നോട്ട് ഓരോ പരീക്ഷകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇവിടെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആ ഭാഗം നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ്, ഹു വാസ് ദ റെസിപ്പിയന്റ് ഓഫ് 2023 അർജുൻ അവാർഡ് ഇൻ ടേബിൾ ടെന്നീസ്? ശ്രദ്ധിച്ചോണം, കുറച്ച് ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അർജുൻ അവാർഡ് 2023 ബന്ധപ്പെട്ടാണ്. നമുക്ക് അർജുൻ അവാർഡൊക്കെ നമുക്കറിയാം, ഒരുപാട് 10-30 അധികം താരങ്ങൾക്കാണ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ചില സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേരുകളോ സ്പോർട്സ് ഐറ്റമോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കി വെക്കണം. 2023 ടേബിൾ ടെന്നീസിൽ അർജുൻ അവാർഡ് ആർക്ക് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഐഹിക മുഖർജി ആയിരുന്നു. ഐഹിക മുഖർജിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 2023 അർജുൻ അവാർഡ് ലഭിച്ചവരിൽ ഏറ്റവും പ്രശസ്തരായ ചില വ്യക്തികളുടെ പേര് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചില സ്പോർട്സ് ഐറ്റത്തിന്റെ പേര് നമ്മൾ ഇവിടുന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷമി, ക്രിക്കറ്റ്, എല്ലാവർക്കും അറിയാവുന്ന ക്രിക്കറ്റ് താരമാണ്. ആർ വൈശാലി, ചെസ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ച സിമ്പിൾ ആണ് കേട്ടോ. 2023 അർജുൻ അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് ആര്? മുഹമ്മദ് ഷമി. ആരാണ്? മുഹമ്മദ് ഷമി. അതേപോലെ ആർ വൈശാലി, ചെസ്, എല്ലാവർക്കും അറിയാവുന്ന താരമാണ്. അതുപോലെ നസ്രീൻ, കോക്കോ എന്ന ഗെയിമാണ്. നസ്രീൻ കോക്കോ, നമുക്കറിയാം കോക്കോ വേൾഡ് കപ്പ് ഒക്കെ ഇന്ത്യയിൽ വെച്ച് ലാസ്റ്റ് ഇയർ ആദ്യമായിട്ട് നടന്നിരുന്നു. കോക്കോ എന്ന ഗെയിമാണ്. അതുപോലെ ശീതൾ ദേവി, പാരാ ആർച്ചറി. ഏതാണ് ഗെയിം? പാരാ ആർച്ചറിയാണ് ശീതൾ ദേവി, പാരാ ആർച്ചറി. അതേപോലെ ഇല്ലൂരി അജയ്കുമാർ റെഡ്ഡി, അത് ബ്ലൈൻഡ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇല്ലൂരി അജയ്കുമാർ റെഡ്ഡി, ബ്ലൈൻഡ് ക്രിക്കറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പേരുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. 2023 അത് നമ്മൾ എല്ലാം എടുത്തിട്ടില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് പറയുന്നത്. അർജുൻ അവാർഡ് വിന്നേഴ്സിൽ മുഹമ്മദ് ഷമി എന്തുമായി ബന്ധപ്പെട്ട്? ക്രിക്കറ്റ്. മുഹമ്മദ് ഷമി ക്രിക്കറ്റ്. ആർ വൈശാലി ചെസ്. നസ്രീൻ കോക്കോ. അതേപോലെ ശീതൾ ദേവി പാരാ ആർച്ചറി. ഇല്ലൂരി അജയ്കുമാർ റെഡ്ഡി ബ്ലൈൻഡ് ക്രിക്കറ്റ്. ഏതാണ്? ബ്ലൈൻഡ് ക്രിക്കറ്റ്. അതേപോലെ ഹരീന്ദ്രപാൽ സിംഗ് സന്ധു, അത് സ്ക്വാഷുമായി ബന്ധപ്പെട്ടാണ്. ഹരീന്ദ്രപാൽ സിംഗ് സന്ധു, സ്ക്വാഷ്. അതേപോലെ ദീക്ഷാ ദാഗർ ഗോൾഫ്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നരീം ദോഷ്ബിന ദേവി, അത് വുഷുവുമായി ബന്ധപ്പെട്ടാണ്. റോഷ്ബിന ദേവി ഏത് കായികമാണ്? വുഷു. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം ശ്രദ്ധേയരായ ഓരോ മേഖലയിലെ താരങ്ങളാണ്. ഇവരെ കുറിച്ച് എപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അർജുന അവാർഡ് വിന്നേഴ്സ് 2023 മുഹമ്മദ് ഷമി ക്രിക്കറ്റ്, ആർ വൈശാലി ചെസ്, അതേപോലെ നസ്രീൻ കോക്കോ, ശീതൾ ദേവി പാരാ ആർച്ചറി, ഇല്ലൂരി അജയ്കുമാർ റെഡ്ഡി, അത് ബ്ലൈൻഡ് ക്രിക്കറ്റ് ആണ്. ഇല്ലൂരി അജയ്കുമാർ റെഡ്ഡി അത് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഹരീന്ദ്രപാൽ സിംഗ് സന്ധു അത് സ്ക്വാഷ് ആണ്. ദീക്ഷാ ദഗർ അത് ഗോൾഫ് ആണ്. അതേപോലെ റോഷ്ബിനി ദേവി വുഷു ആണ്. ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഹു വോൺ ദ ബെസ്റ്റ് ഫിഫ വുമൻസ് പ്ലെയർ അവാർഡ് ഇൻ 2025? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു താരമാണ്. അത് ബാലൻഡിയോർ ആണെങ്കിലും ഈ ഒരു താരത്തിന്റെ പേര് തന്നെയാണ് കേൾക്കുന്നത്. ശരി ഉത്തരമായിട്ട് വരുന്ന 4 ഓപ്ഷൻ ഉണ്ട്. ശരി ഉത്തരമായിട്ട് വരുന്നത് ഐറ്റാന ബോൺമാട്ടി ആണ്. സ്പെയിനിന്റെ താരമാണ് ഐറ്റാന ബോൺമാട്ടി. ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയാണ് നിലവിൽ കളിക്കുന്നത്. ഐറ്റാന ബോൺമാട്ടി. ഹു വോൺ ദ ബെസ്റ്റ് ഫിഫ വുമൻസ് പ്ലെയർ അവാർഡ് ഇൻ 2025? വുമൻസ് ബെസ്റ്റ് വനിതാ താരത്തിനുള്ള പുരസ്കാരം ഫിഫയുടെ 2025 ആർക്ക് ലഭിച്ചു എന്നാണ്? ഐറ്റാന ബോൺമാട്ടി. സ്പെയിനിന്റെ താരമാണ്. ബാഴ്സലോണ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ ഫിഫ അവാർഡ്സ് 2025 നമ്മൾ നോക്കിയാൽ ബെസ്റ്റ് മെൻസ് പ്ലെയർ ഓസ്മാനെ ഡെംബാലെയാണ് മികച്ച മെൻസ് പ്ലെയർ.
ഇനി ബെസ്റ്റ് വുമൺസ് പ്ലെയർ, മികച്ച വനിതാ താരമാരെന്ന് ചോദിച്ചാൽ അത് ഐറ്റാന ബോൺമാറ്റിയാണ്. എപ്പോഴും ഏറ്റവും പ്രാധാന്യത്തോടെ ചോദിക്കുന്ന ആ 2 പോയിന്റുകളാണ്. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കേണ്ടതാണ്. ഫിഫയുടെ അവാർഡ്സിൽ 2025 ബെസ്റ്റ് മെൻസ് പ്ലെയർ ആരാണ്? അസ്മാനെ ഡെംബാലെ. അതുപോലെ മികച്ച വനിതാ പ്ലെയർ ആരാണ്? ഐറ്റാന ബോൺമാറ്റിയാണ്. ആരാണ്? ഐറ്റാന ബോൺമാറ്റിയാണ്. ഇനി ബെസ്റ്റ് മെൻസ് കോച്ച് ആണെങ്കിൽ അത് ലൂയിസ് എൻട്രിക് ആണ്. ആരാണ്? ലൂയിസ് എൻട്രിക്. മികച്ച മെൻസ് കോച്ച് ആരാണ്? ലൂയിസ് എൻട്രിക്സ്. മികച്ച വനിതാ കോച്ച് ആണെങ്കിൽ സരീന വീക്മാൻ ആണ്. ആരാണ്? സരീന വീക്മാൻ. അപ്പൊ പേര് ശ്രദ്ധിച്ചോണം, ലൂയിസും സരീനയും, മെൻസ് കോച്ചും വുമൻസ് കോച്ചും. നെക്സ്റ്റ് ബെസ്റ്റ് മെൻസ് ഗോൾ കീപ്പർ ആണെങ്കിൽ, ബെസ്റ്റ് മെൻസ് ഗോൾ കീപ്പർ ആണെങ്കിൽ അത് ഗിയങ്ലി ഡൊണാറുമ്മ. ആ പേര് ഓർത്തിരുന്നാൽ മതി, ഓർത്തിരിക്കുക എളുപ്പമാണ്. ഡൊണാറുമ്മ, ഡൊണാറുമ്മ, ഡൊണാറുമ്മ എന്ന പേര് ഓർത്തിരിക്കുകയാണ്, മെൻസ് ഗോൾ കീപ്പർ. അതേപോലെ ബെസ്റ്റ് വുമൻസ് ഗോൾ കീപ്പർ ആണെങ്കിൽ ഹാംപ്ടൺ ആണ്. ഹെന്നത്ത് ഹാംപ്ടൺ എന്നാണ് പേര്, ഹാംപ്ടൺ. അപ്പോൾ നമുക്ക് ഇവിടെ ഗിയാങ്ലി ഡൊണാറുമ്മ എന്ന പേര് എല്ലാവർക്കും അറിയാവുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള താരമാണ് ഈ ഡൊണാറുമ്മ. അതുപോലെ ഹാംപ്ടണും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വനിതാ താരം തന്നെയാണ്. ഇനി ഫിഫ പുസ്കാസ് അവാർഡ്, അതായത് മികച്ച ഗോളിനുള്ള പുരുഷ താരത്തിന് നൽകുന്ന അവാർഡാണ് പുസ്കാസ് അവാർഡ്. അത് സാന്റിയാഗോ മൊണ്ടേലിനാണ് ലഭിക്കുന്നത്. സാന്റിയാഗോ മൊണ്ടേൽ. എന്താണ് അവാർഡിന്റെ പേര്? ഫിഫ പുസ്കാസ് അവാർഡ്. അതായത് പുരുഷന്മാരുടെ മികച്ച ഗോളിനുള്ള പുരസ്കാരമാണ്. സാന്റിയാഗോ മൊണ്ടേൽ. ആർക്ക് ലഭിച്ചു? സാന്റിയാഗോ മൊണ്ടേലിനാണ് അത് ലഭിക്കുന്നത്. ആർക്ക് ലഭിച്ചു? സാന്റിയാഗോ മൊണ്ടേൽ. അതേപോലെ ഫിഫ മാർത്ത അവാർഡ്. മാർത്ത എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ ഒരു വനിതാ താരമാണ്. അതായത് നമ്മൾ വനിതാ ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള താരമാരെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം പുരുഷ ഫുട്ബോളിലാണെങ്കിൽ നമ്മൾ പെലെയുടെയും അല്ലെങ്കിൽ മറഡോണയുടെ ഒക്കെ പേര് പറയത്തില്ലയോ, അതുപോലെ വനിതാ ഫുട്ബോളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള താരമായിരുന്നു ഈ മാർത്ത എന്നുള്ളത്. മാർത്തയുടെ പേരിലാണ് മികച്ച വനിതാ താരത്തിനുള്ള മികച്ച ഗോളിനുള്ള പുരസ്കാരം ഫിഫ നൽകുന്നത്. അത് ലഭിച്ചത് ലിസ്ബത്ത് ഒവാലയ്ക്കാണ്. ലിസ്ബത്ത് ഒവാലയ്ക്കാണ് ആ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഫിഫ അവാർഡ്സ് 2025 നമ്മൾ പഠിക്കേണ്ടത് ബെസ്റ്റ് മെൻസ് പ്ലെയർ ആരാണ്? ഒസ്മാനെ ഡെംബാലെ. മികച്ച വനിതാ താരമാരാണ്? ഐറ്റാന ബോൺമാറ്റി. മികച്ച പുരുഷ കോച്ചാരാണ്? ലൂയിസ് എൻട്രിക്കും. മികച്ച വനിതാ കോച്ചാരാണ്? സരീന വീക്മാനും. മികച്ച ഗോൾ കീപ്പർ അതാ ഡൊണാറുമ്മ എന്ന പേര് ഓർക്കാം. മികച്ച വനിതാ ഗോൾ കീപ്പറാണ് ഹാംപ്ടൺ എന്ന പേര് ഓർക്കാം. ബെസ്റ്റ് മികച്ച ഗോളിനുള്ള പുരുഷന്മാർക്കുള്ള പുരസ്കാരമാണ് പുസ്കാസ് അവാർഡ്. അത് സാന്റിയാഗോ മൊണ്ടേലിനും. വനിതകൾക്കുള്ള പുരസ്കാരമാണ് മാർത്ത അവാർഡ്. അത് ലിസ്ബത്ത് ഒവാലയ്ക്കും ലഭിച്ചു. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, വെന്യൂ ഓഫ് 2026 ഫിഫ വേൾഡ് കപ്പ്. 2026 ഫിഫയുടെ മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. എവിടെയാണ് വേദി എന്നാണ്? USA, കാനഡ, മെക്സിക്കോ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. 3 സ്ഥലങ്ങളിലാണ് വേദി. USA, കാനഡ, മെക്സിക്കോ ആണ്. സോ ഓൾ ദ എബോ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 2026 മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. എവിടെയാണ് വേദി? USA, കാനഡ, മെക്സിക്കോ. പ്രത്യേകത, ആദ്യമായിട്ടാണ് ഫുട്ബോൾ വേൾഡ് കപ്പിൽ 48 ടീമുകൾ പങ്കെടുക്കുന്നു. എത്ര ടീമുകൾ പങ്കെടുക്കുന്നു? 48 ടീമുകൾ. ഇതൊരു 32 ടീമുകളായിരുന്നു. അതേപോലെ ഇതിന്റെ ഒഫീഷ്യൽ പന്ത് പുറത്തിറക്കി. ആ പന്തിന്റെ പേരാണ് ട്രയോണ്ട. എന്താണ് പന്തിന്റെ പേര്? ട്രയോണ്ട എന്നാണ് ആ പന്തിന്റെ പേര്. ഇപ്പൊ USA-ലും കാനഡയിലും മെക്സിക്കോയിലും നടക്കുന്നുണ്ട്. 3 ജീവികളെ ഉൾപ്പെടുത്തി ഒരു മാസ്കോട്ടും തയ്യാറാക്കി പുറത്തിറക്കി. ആ മാസ്കോട്ടിന്റെ പേരാണ് ക്ലച്ച് മേപ്പിൾ സായു. പറക്കുന്ന കഴുകനാണ്. പിന്നെ മേപ്പിൾ എന്ന് പറയാൻ പറ്റിയ കൊമ്പുള്ള കലമാനാണ്. സായു എന്ന് പറഞ്ഞ ഒരു ജാഗ്വാറാണ്. ക്ലച്ച് മേപ്പിൾ സായു. അപ്പോൾ ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് ലാസ്റ്റ് നടന്ന എവിടെയായിരുന്നു? ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നു? 2022-ലായിരുന്നു. അത് ഖത്തറിലായിരുന്നു. 2026 USA, കാനഡ, മെക്സിക്കോ. 2030-ലാണെങ്കിൽ ഈ ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് ആരംഭിച്ചത് 1930-ലാണ്. ഏത് വർഷമാണ്? 1930-ലാണ്. എൻ്റെ 100ാം വാർഷികമാണ്. സോ സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ, ഇങ്ങനെ 3 രാജ്യങ്ങളിലായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. 2030-ലെ വേദി എവിടെയാണ്? സ്പെയിന്, പോർച്ചുഗൽ, മൊറോക്കോ. അത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇനി അപ്പോൾ ഈ ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് ചോദിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മൾ നോക്കി വെക്കേണ്ട ചില പാർട്ടുകളുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ്. 2022-ലെ വേദി ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. 2022-ലാണ് അവസാനമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. എവിടെയായിരുന്നു വേദി? ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. എവിടെയായിരുന്നു വേദി? ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. 2026-ലെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2026-ലെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ഇത് ശ്രദ്ധിച്ചോണം. 2026 യഥാർത്ഥത്തിൽ വേദി വിക്ടോറിയ, ഓസ്ട്രേലിയ ആയിരുന്നു.
ഇപ്പം നമ്മൾ ചില പഴയ നോട്ടോ ടെക്സ്റ്റോ ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കിടക്കും. പക്ഷേ ഓസ്ട്രേലിയക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പ്രശ്നത്തിലാണ് ആ ഗെയിം എങ്ങോട്ട് മാറ്റിയത്? ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലേക്ക്. ഇനി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്, ഫൈനലൈസ് ചെയ്തിരിക്കുന്നതാണ്, മാറ്റമുണ്ടോയെന്ന് അറിയത്തില്ല. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്ന എവിടെയാണ്? അഹമ്മദാബാദ്. എവിടെയാണ്? അഹമ്മദാബാദ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വെന്യൂ ഓഫ് കോമൺവെൽത്ത് ഗെയിംസ്, 2022 ബർമിംഗ്ഹാം ഇംഗ്ലണ്ട്. 2022 എവിടെയാണ്? ബർമിംഗ്ഹാം ഇംഗ്ലണ്ട്. 2026 ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്. ഇതൊക്കെ എഴുതി തന്നെ പഠിക്കണം. ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും നോക്കിക്കൊണ്ട് പോകേണ്ടതാണ്. 2030 അഹമ്മദാബാദ് ഇന്ത്യ. 2030 അഹമ്മദാബാദ് ഇന്ത്യ. നെക്സ്റ്റ് ഏഷ്യൻ ഗെയിംസ് 2022 ഹാൻഷോ ചൈന. അവസാനമായിട്ട് ഏഷ്യൻ ഗെയിംസ് ആണെന്ന് 2022 ഹാൻഷോ ചൈന. 2026 നഗോയ ജപ്പാൻ. എവിടെ വെച്ച് നടക്കുന്നു? നഗോയ ജപ്പാൻ. ഇനി ഏഷ്യൻ ഗെയിംസ് ആയിട്ട് കുറച്ച് മുന്നിലേക്കുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2030 വേദി ദോഹ ഖത്തർ. 2030 എവിടെയാണ്? ദോഹ ഖത്തർ. 2034 ആണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിയാദ് സൗദി അറേബ്യ. റിയാദ് സൗദി അറേബ്യ. ക്ലിയർ ആണല്ലോ? ഏഷ്യൻ ഗെയിംസ് 2022 ഹാൻഷോ ചൈന. ഹാൻഷോ ചൈന. 2026 നഗോയ ജപ്പാൻ. നഗോയ ജപ്പാൻ. 2030 ദോഹ ഖത്തർ. ദോഹ ഖത്തർ. 2034 റിയാദ് സൗദി അറേബ്യ. റിയാദ് സൗദി അറേബ്യ. അപ്പൊ പഠിച്ച എന്തൊക്കെയാണ്? ഒന്ന്, ഫിഫയുടെ മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് 2022 എവിടെയായിരുന്നു? ഖത്തർ. 2026 USA കാനഡ മെക്സിക്കോ. 2030 സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ. സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ. ഇനി വെന്യൂ ഓഫ് കോമൺവെൽത്ത് ഗെയിംസ് 2022 എവിടെ നടന്നു? ബർമിംഗ്ഹാം ഇംഗ്ലണ്ട്. 2026 ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്. 2030 പ്രഖ്യാപിച്ചു അഹമ്മദാബാദ്. ഏഷ്യൻ ഗെയിംസ് 2022 ഹാൻഷോ ചൈന. 2026 നഗോയ ജപ്പാൻ. 2030 ദോഹ ഖത്തർ. 2034 റിയാദ് സൗദി അറേബ്യ. ഇനി ഒളിമ്പിക്സ് 2024 ലാസ്റ്റ് ഒളിമ്പിക്സ് നടന്നത്. അത് പാരീസ് ഒളിമ്പിക്സ് ഫ്രാൻസ്. 2028 ലോസ് ഏഞ്ചൽസ് USA. 2028 ഒളിമ്പിക്സ് വെന്യൂ എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് USA. 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. 2032 എവിടെയാണ്? ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ക്ലിയർ ആണല്ലോ? ഒളിമ്പിക്സ് 2024 വേദി എവിടെയാണ്? പാരീസ് ഫ്രാൻസ്. 2024 വേദി പാരീസ് ഫ്രാൻസ്. 2028 ലോസ് ഏഞ്ചൽസ് USA. 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ക്ലിയർ ആണല്ലോ? ഇനി ഹോക്കി വേൾഡ് കപ്പ് ശ്രദ്ധിച്ചോണം. 2023 യഥാർത്ഥത്തിൽ 22 നടക്കുന്നതാണ്. കോവിഡ് ഒക്കെ കാരണം ജസ്റ്റ് ഇയർ ഒന്ന് മാറിയാണ്. ഒഡീഷ ഇന്ത്യയിൽ വെച്ചായിരുന്നു നടന്നത്. ഇനി ഈ വർഷം നടക്കുന്നുണ്ട് 2026 നെതർലൻഡ്സ് ആൻഡ് ബെൽജിയം. എവിടെയാണ് വേദി? നെതർലൻഡ്സ് ആൻഡ് ബെൽജിയം. ഹോക്കി വേൾഡ് കപ്പ് 2026 വേദി എവിടെയാണ്? നെതർലൻഡ്സ് ആൻഡ് ബെൽജിയം. എവിടെയാണ്? നെതർലൻഡ്സ് ആൻഡ് ബെൽജിയം. ഓക്കെ ആണല്ലോ? അപ്പം ഹോക്കി വേൾഡ് കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസ് ഹോക്കി വേൾഡ് കപ്പ് അവസാനമായിട്ട് 2023 നടന്നു. ഒഡീഷ, ഇന്ത്യയിലെ ഒഡീഷയിലായിരുന്നു. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാമുണ്ട സ്റ്റേഡിയം ഒഡീഷയിലാണ്. ബിർസാമുണ്ട സ്റ്റേഡിയം ഒഡീഷയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെയായിരുന്നു പ്രധാനമായിട്ട് വെന്യൂസ് ഉണ്ടായത്. പിന്നെ കലിംഗ സ്റ്റേഡിയം ഉണ്ടായിരുന്നു. 2026 എവിടെ വെച്ച് നടക്കുന്നു? നെതർലൻഡ്സും അതേപോലെ ബെൽജിയവും. ഇനി മെൻസ് ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ് പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് അവസാനമായി നടന്ന 2023 വേദി എവിടെയായിരുന്നു? ഇന്ത്യ. മെൻസ് ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ് അവസാനമായി നടന്നത് 2023 വേദി ഇന്ത്യ. നെക്സ്റ്റ് നടക്കുന്നത് 2027 വേദി സൗത്ത് ആഫ്രിക്ക. വേദി എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. അപ്പോൾ മെൻസ് ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 വേദി ഇന്ത്യ. 2027 വേദി എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. ക്ലിയർ ആണല്ലോ? ഇനി മെൻസ് 2020 വേൾഡ് കപ്പ്. മെൻസ് 2020 വേൾഡ് കപ്പ് 2024 നടന്നു. വേദി വെസ്റ്റ് ഇൻഡീസ് USA. വേദി വെസ്റ്റ് ഇൻഡീസ് USA. ഇനി 2026 നടന്നു. വേദി ഇന്ത്യ ശ്രീലങ്ക. പ്രത്യേകത 2 തവണയും ജേതാക്കളായത് ഇന്ത്യയാണ്. 2 തവണയും ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ്. ക്ലിയർ ആണല്ലോ? മെൻസ് 2020 വേൾഡ് കപ്പ്. മെൻസ് 2020 വേൾഡ് കപ്പ് ശ്രദ്ധിച്ചോണം. 2024 നടന്നു. വെസ്റ്റ് ഇൻഡീസ് USA. അന്ന് ഇന്ത്യ ജേതാക്കളായി. 2026 ഈ അടുത്തിടയ്ക്ക് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടന്നു. അവിടെയും ആര് ജേതാക്കളായി? ഇന്ത്യ ജേതാക്കളായി. അതേപോലെ ഇന്ന് നടക്കാൻ പോകുന്ന 2028 ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമാണ് വേദി. എവിടെയാണ്? ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ് വേദിയാകുന്നത്. അപ്പൊ ഏറ്റവും
ഇപ്പം നമുക്കറിയാം നാഷണൽ ഗെയിംസ് ഉണ്ട്. ഇപ്പം ലാസ്റ്റ് 2025 ഉത്തരാഖണ്ഡിൽ നടന്നിരുന്നു. ഇനി അടുത്തത് 39ാമത്തെ നാഷണൽ ഗെയിംസ് മേഘാലയ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും സ്പോർട്സിൽ നിന്നും അഡീഷണൽ ആയിട്ട് വരുന്ന ഈവൻറ്റുകളൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷെ മസ്റ്റായിട്ടും മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ്, ഹോക്കി വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ അത്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നോക്കി പോകണം. ഉറപ്പായിട്ടും വെന്യൂസ് ഭാഗത്ത് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാസ് അപ്പോയിന്റഡ് ആസ് എ മൈൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ഇൻ 2025 സെപ്റ്റംബർ. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? ശരിയുത്തരം വരുന്നത് പീയൂഷ് ഗോയലാണ്. ആരാണ്? പീയൂഷ് ഗോയലാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഇപ്പം മൈൻസ് സെക്രട്ടറിയെ കുറിച്ചാണ് ചോദിച്ചത്. ഇന്ത്യയുടെ നിലവിലെ ഫോറിൻ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. വിക്രം മിശ്രി ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. ഡിഫൻസ് സെക്രട്ടറി, നമ്മുടെ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്. ഏറ്റവും പ്രാധാന്യമുള്ള പദവിയാണ് കേട്ടോ, രാജേഷ് കുമാർ സിംഗ്. ഹോം സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ഹോം സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. ഏറ്റവും പ്രാധാന്യമുള്ള 4 പദവികളാണ് നമ്മൾ പഠിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് മൈൻസ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാരെന്നാണ്. പീയൂഷ് ഗോയലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. അതേപോലെ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, ഹോം സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, അതേപോലെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. നമുക്കറിയാം ഓരോ പരീക്ഷയ്ക്ക് പോകും മുമ്പും നമ്മൾ മസ്റ്റായിട്ട് നോക്കണം എന്ന് പറഞ്ഞ ചില കാറ്റഗറി. ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ, സ്പോർട്സിൽ നിന്നാണ് വെന്യൂസ് നോക്കണം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞത്. അല്ലാതെ ഇൻ്റർനാഷണൽ അല്ലാതുള്ള വെന്യൂസ് ഉണ്ട്. G7, G20, നാറ്റോ, ബ്രിക്സ്, ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, അങ്ങനെയുള്ള വെന്യൂസ് നമ്മൾ മസ്റ്റായിട്ട് നോക്കണം. അതുപോലാണ് ഓരോ പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പ് നമ്മൾ പദവികൾ നോക്കണം. പദവികൾ യഥാർത്ഥത്തിൽ കാണാൻ പഠിക്കരുത്, ഒരു തവണയെ പഠിക്കാവൂ. ഇത്തരം പദവികൾ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന പദവികൾ എല്ലാം എഴുതുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ പദവികളും എഴുതുന്നു. ശേഷം അത് പഠിക്കുന്നു. പിന്നീട് നിരന്തരമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എക്സാം എടുക്കുമ്പോൾ നമുക്ക് കുത്തിയിരുന്ന് കാണാൻ പഠിക്കേണ്ടി വരത്തില്ല. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു പദവി മാറി ഉറപ്പായിട്ട് നമ്മൾ അറിയും. അപ്പോൾ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും, കാണാൻ പഠിക്കേണ്ടി വരത്തില്ല കേട്ടോ. ആ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ വാസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിം ഇൻ ജൂൺ 2025? ICCയുടെ ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ഗാലറി ഉണ്ട്. അവിടെ ലെജൻഡറി ആയിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ ലിസ്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാറുണ്ട്. 2025 ആ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ ക്രിക്കറ്ററാണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ വരുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണി 2007 ക്യാപ്റ്റനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യക്ക് 2020 വേൾഡ് കപ്പ് നേടിത്തന്നു. 2011 ഇന്ത്യക്ക് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിത്തന്നു. 2013 ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നേടിത്തന്നു. അങ്ങനെ ഒരുപാട് ടൈറ്റിൽസ് പേരിലുള്ള ഒരു ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി. പ്രത്യേകത, ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന 11ാമത്തെ ഇന്ത്യൻ താരമാണ് അദ്ദേഹം. ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ താരമാണ് അദ്ദേഹം? 11. അപ്പോൾ ബാക്കി 10 പേരായിരിക്കാം നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത 2 പേരെയായിരുന്നു സുനിൽ ഗവാസ്കറും അതേപോലെ ബിഷൻ സിംഗ് ബേദിയും. 2 പേരെയും ഈ പറഞ്ഞ 2009 ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ICCയുടെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ ആരെല്ലാം എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സുനിൽ ഗവാസ്കറും ബിഷൻ സിംഗ് ബേദിയും ഉണ്ട്. അതിനുശേഷം 2010 കപിൽ ദേവിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യക്ക് ആദ്യമായിട്ട് 1983 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റനാണ് ആര്? കപിൽ ദേവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർ എന്ന വിശേഷണം ഇപ്പോഴും കപിൽ ദേവിനാണ്. നെക്സ്റ്റ് അനിൽ കുംബ്ലെ 2015. അടുത്തത് രാഹുൽ ദ്രാവിഡ് 2018. സച്ചിൻ ടെണ്ടുൽക്കർ 2019. വിനു മങ്കാദ് 2021. അപ്പോൾ 7 പേരായല്ലോ. സുനിൽ ഗവാസ്കർ, ബിഷൻ സിംഗ് ബേദി,
അതേപോലെ കപിൽ ദേവ്, അനിൽ കുംബ്ലെ, രാഹുൽ ദ്രാവിഡ്, സച്ചിൻ ടെണ്ടുൽക്കർ, വിനു മങ്കാദ്. നെക്സ്റ്റ് ഡയാന എഡുൽജി 2023. അപ്പോൾ ഒരു ക്വസ്റ്റൻ ഉണ്ട്, ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാര് ആരാണ്? ഡയാന എഡുൽജി ആണ് 2023 ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാര് ആരാണ്? ഡയാന എഡുൽജി. ഡയാന എഡുൽജി. ക്ലിയർ ആണല്ലോ? ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. കാരണം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് മിഥാലി രാജോ അല്ലെങ്കിൽ ഹർമൻ പ്രീത് കൗറോ അല്ലെങ്കിൽ സ്മൃതി മന്ദാനി അങ്ങനെയുള്ള താരങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പൊ ഈ ഒരു പേര് ശ്രദ്ധിച്ചോണം. ഡയാന എഡുൽജി ആണ് ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. ശേഷം വീരേന്ദ്ര സേവാഗ്. അപ്പൊ സച്ചിനുണ്ട്, ദ്രാവിഡ് ഉണ്ട്, സെവാഗ് ഉണ്ട്, നമ്മുടെ ഒരു ജനറേഷനിൽപ്പെട്ട താരങ്ങളെല്ലാം ഉണ്ട്. നെക്സ്റ്റ് നീതു ഡേവിഡ് 2024, 2025 MS ധോണി. ക്ലിയർ ആണല്ലോ? ICC ഹാൾ ഓഫ് ഫെയിമിൽ ടിൽ നൗ എത്ര ഇന്ത്യൻ താരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്? 11. അപ്പൊ പേരൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. സുനിൽ ഗവാസ്കറും ബിഷൻ സിംഗ് സോദിയുമാണ് ആദ്യമായിട്ട് വരുന്നത്. ബിഷൻ സിംഗ് ബേദിയുമാണ് ആദ്യമായിട്ട് വരുന്നത് 2009. കപിൽ ദേവ് ഉണ്ട്, അനിൽ കുംബ്ലെ ഉണ്ട്, രാഹുൽ ദ്രാവിഡ്, സച്ചിനും വീരേന്ദ്ര സേവാഗും ഉണ്ട്. പിന്നെ വിനു മങ്കാദ് ഉണ്ട്, ഡയന എഡുൽജി, നീതു ഡേവിഡ്, അങ്ങനെ 2 വനിതാ താരങ്ങളുണ്ട്. ദെൻ MS ധോണി 11ാമത്തെ താരമായിട്ട്, അതായത് നിലവിലെ സ്റ്റാറ്റസ് അനുസരിച്ച് ഏറ്റവും അവസാനം അദ്ദേഹമാണ് ആ ലിസ്റ്റിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരം. നെക്സ്റ്റ് ചെയർമാൻ ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ചെയർമാൻ ഓഫ് 16th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? അരവിന്ദ് പനഗരിയ. നമ്മൾ ഒരുപാട് എടുത്ത് കേട്ടുള്ള വ്യക്തിയാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നുണ്ട്. എവിടെയാണ്? മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ. ഇപ്പോൾ റീസെൻ്റ്ലിയൊക്കെ വാർത്ത ഉണ്ടായിരുന്നു, അതിലെ ആദ്യത്തെ സ്റ്റേഷൻ സൂററ്റിൽ സ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്റ്റേഷൻ സൂററ്റിൽ സ്ഥാപിക്കുക. അപ്പോൾ ആ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെയൊക്കെ ഹെഡായിട്ടിരുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ അരവിന്ദ് പനഗരിയ. നിലവിൽ ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ചില പദവികൾ നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചു നോക്കണമെന്ന്. പ്രസിഡന്റോ സെക്രട്ടറി അങ്ങനെയുള്ളതൊക്കെ എല്ലാം അറിഞ്ഞിരിക്കണം. അതുകൂടാതെ വിവിധ കമ്മീഷനുകളുടെ തലപ്പത്ത് അതുപോലുള്ള സംഭവങ്ങളാണ് ഈ ഫിനാൻസ് കമ്മീഷൻ, ലോ കമ്മീഷൻ, ഇങ്ങനെയുള്ള കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, SC/ST കമ്മീഷൻ, വുമൻസ് കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ, ഇങ്ങനെ കമ്മീഷനുകളുണ്ടല്ലോ. ഇതിനെല്ലാം തലപ്പത്ത് ആര്? ഓരോ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ വ്യക്തികൾ തന്നെയാണോ നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇനി കുറച്ച് നാളത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ആരാണ്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. ഇനി നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ ആരെന്ന് ചോദിച്ചാൽ AM ഖാൻ വിൽക്കർ. പ്രസിഡന്റ് ലോക്പാൽ ഓഫ് ഇന്ത്യ AM ഖാൻ വിൽക്കർ. ആരാണ്? AM ഖാൻ വിൽക്കർ. AM ഖാൻ വിൽക്കർ. ദെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഗണേഷ് കുമാർ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗണേഷ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം, റീസെന്റ് ഒരുപാട് സ്റ്റേറ്റുകളിൽ, അതായത് കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, ആസാം, ഇവിടെയൊക്കെ ഇലക്ഷൻ നടന്നിരുന്നു. അപ്പൊ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നൊക്കെ വലിയ വാർത്തയായിട്ട് ലൈവായിട്ടൊക്കെ നമ്മൾ കണ്ടു. ആരാണ് വന്നിരിക്കുന്നത്? ഗണേഷ് കുമാർ ആണ്. ഗണേഷ് കുമാർ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നെക്സ്റ്റ് ചെയർമാൻ ഓഫ് NHRC. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദവിയാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ V രാമസുബ്രഹ്മണ്യൻ. ആരാണ്? V രാമസുബ്രഹ്മണ്യൻ. V രാമസുബ്രഹ്മണ്യൻ, ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യൻ. ആരാണ്? V രാമസുബ്രഹ്മണ്യൻ. നെക്സ്റ്റ് സെൻസസ് കമ്മീഷണർ. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് വരികയാണ് 2027. ഈ മഞ്ഞുള്ള പ്രദേശങ്ങൾ 2026 ഒക്ടോബർ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് 2027 ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് നടപ്പാക്കുന്നത്. അപ്പോൾ ആ ഡിജിറ്റൽ സെൻസസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വാർത്തകളൊക്കെ ഉണ്ട്. സോ ഇന്ത്യയിലെ പ്രസന്റ് സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായൺ. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിച്ചിരിക്കുന്ന ആളുടെ കണക്കിലെടുക്കുന്നതാണ്. അപ്പൊ മൃത്യുഞ്ജയം, നമ്മൾ മൃത്യുഞ്ജയം, ജീവിക്കാൻ വേണ്ടിയല്ലേ മൃത്യുഞ്ജയം. അപ്പോൾ ആ പേര് വെച്ച് ഓർത്തിരിക്കാം. നിലവിലെ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. നെക്സ്റ്റ് ചെയർമാൻ ഓഫ്
23rd ലോ കമ്മീഷൻ? ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 23ാം നിയമ കമ്മീഷന്റെ, ശ്രദ്ധിച്ചോണം, 23ാം നിയമ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 23ാം നിയമ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. അപ്പൊ ഇവിടെ 16 നമ്പർ ചോദിച്ച പോലെ വളരെ പ്രാധാന്യമുള്ള പദവിയാണ് നിയമ കമ്മീഷന്റെ ചെയർമാൻ. നിലവിൽ 23rd ലോ കമ്മീഷൻ, ചെയർമാൻ ഓഫ് 23rd ലോ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. അപ്പൊ ഈ പ്രസന്റ് പദവികൾ വെച്ച് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതുപോലാണ് ഈ നമ്പേഴ്സ് വെച്ച് ചോദിക്കുമ്പോൾ 16th ഫിനാൻസ് കമ്മീഷൻ. 16th ഫിനാൻസ് കമ്മീഷൻ ആരാണ്? അത് അരവിന്ദ് പനഗരിയാണ്. അപ്പൊ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് ഓർത്തോണം. ദെൻ ലോക്പാൽ AM ഖാൻവിൽക്കർ. ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കർ. ദെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ, അത് ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും കേട്ടതാണ്. ദെൻ NHRC, അത് രാമസുബ്രഹ്മണ്യൻ, അതും ആ പേരും വളരെ ഫെമിലിയർ ആണ്. സെൻസസ് കമ്മീഷണർ അത് മൃത്യുഞ്ജയ്, ആ ഒരു പേര് വെച്ച് ഓർക്കാം, മൃത്യുഞ്ജയ് കുമാർ നാരായൺ. ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായൺ. അതേപോലെ ചെയർമാൻ ഓഫ് 23rd ലോ കമ്മീഷൻ, 23ാം നിയമ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടോ പദവികൾ പലപ്പോഴായിട്ട് കയറി വന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ പരീക്ഷയ്ക്ക് മുമ്പും നമുക്ക് എല്ലാ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതായത് വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ SC/ST കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, അങ്ങനെയുള്ള എല്ലാ കമ്മീഷന്റെ ഹെഡ്സ് ആരാണെന്ന് നോക്കണം. അതുപോലെ ഫോഴ്സസ് ഉണ്ട്. നമ്മളിപ്പം സംയുക്ത സേനാ മേധാവി, നാവികസേന, വ്യോമസേനയൊക്കെ പഠിക്കും. ഇതുകൂടെ CBI, ROA, IB, അങ്ങനെയുള്ള CID, അതെല്ലാം പഠിച്ചു വെക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് ക്യാബിനറ്റ് സെക്രട്ടറി, ഫോറിൻ സെക്രട്ടറി, അങ്ങനെയുള്ള പദവികൾ അത് നാഷണൽ ലെവൽ നോക്കണം. കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് സമാനമായി ചില ചെറിയ തസ്തികകൾ അതും നോക്കി വെക്കണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിനും ഈ പറഞ്ഞ കാറ്റഗറിയിൽ നമുക്കറിയാം കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. ഫിഫയുടെ അവാർഡ് ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും ICC അവാർഡ് ചോദിക്കാം. വെന്യൂസിൽ സ്പോർട്സ് വെന്യൂസ് ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും G7, G20 അല്ലെങ്കിൽ ഈ പറഞ്ഞ നാറ്റോയെ, ബ്രിക്സ്, അങ്ങനെയുള്ള സംഘടനകളെ ബേസുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട പദവികൾ ചോദിച്ചെങ്കിൽ സെയിം എന്ത് പദവി ചോദിക്കാം? കേരളവുമായി ബന്ധപ്പെട്ട് സമാനമായ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോ അല്ലെങ്കിൽ വിമൻസ് കമ്മീഷനോ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷനോ ഒക്കെ അവിടെയും ചോദിക്കാം. അപ്പൊ അങ്ങനെയാണ് ഓർക്കേണ്ടത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഒരു അവാർഡ് ചോദിച്ചെങ്കിൽ, ഫിഫയുടെ അവാർഡ് ചോദിച്ചെങ്കിൽ അതിന് സമാനമായിട്ട് എന്തും ചോദിക്കാം. ഈ പറഞ്ഞ ബലൻഡിയോർ പുരസ്കാരമോ അല്ലെങ്കിൽ ICCയുടെ അവാർഡോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അർജുന അവാർഡ് 2023 ചോദിച്ചെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ പറഞ്ഞ ഭാഗം എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴും ഇനി ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഈ ഫാക്റ്റുകളെല്ലാം നോക്കിയിരിക്കണം എന്ന് ഉറപ്പിക്കണം. തീർച്ചയായിട്ടും ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റിൽ പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്